തലയിലേക്ക് അടിക്കോ? നിങ്ങളൊക്കെ അല്ലേ ഇവിടെ പെരുമാറുന്നത്? ഇത്രയൊക്കെ മതി. ഓ, ഈ കൗസിന് എന്ത് പറഞ്ഞാലും ഇങ്ങനെയാ, ഒരു സ്നേഹമില്ല. ഇനി ഞാൻ മിണ്ടൂല്ല. അയ്യോ ദേ എന്റെ പൊന്നല്ലേ. അല്ല, ഞാൻ വെള്ളിയാവും. വീരമണി എന്നോട് മിണ്ടിയില്ലെങ്കിൽ ഞാൻ ഈ പണി ഇട്ടു പോകും. പുതിയതായി വരുന്ന ഫോറസ്റ്റർ സുന്ദരനാണെന്ന് കേട്ടേ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. കൗസ് പിണങ്ങി, ഞാൻ പിണങ്ങി. ഒന്നൊന്നും രണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കടം വീട്ടി. മോനെ, കടം വീട്ടുന്നത് കാണാം. പുതിയ ഫോറസ്റ്റ് വരുമ്പോ ഈ ശൃംഗാരമൊക്കെ തീരുമല്ലോ. ഇതിനൊരു മരുന്നില്ല. അല്ലെങ്കിൽ ഈ വയസ്സമാർക്ക് ഈ അസുഖം കൂടുതലാ. അസൂയ, ജസ്റ്റ് ഫോർ ടച്ചിങ്സ്. അസൂയ കൊള്ളാം. എന്ത് സുമിട്ട പൊതിയില്ലേ? ഹായ് മാല, ആദ്യ കല്യാണം. നിന്റെ അച്ഛൻ പൊട്ട. ഓ, അങ്ങർക്ക് ഇപ്പൊ കല്യാണം വേണ്ട. അങ്ങർക്ക് പെണ്ണെന്ന് കേട്ടാ ദേഷ്യ. ആരെങ്കിലും പൂതി തോന്നി കെട്ടിയോണ്ട് വന്നാ എന്നോട് പോരെടുക്കാൻ നിൽക്കും. ഞാൻ വിട്ടുകൊടുക്കില്ല. നല്ല പിടപെടക്കും ഞാൻ. അല്ലേ കൗസു? ഫോറസ്റ്റർ വരുമ്പോ വീരമണി തന്നെ മാലയിട്ട് സ്വീകരിക്കണം. ഡേ കിടക്കണ കഞ്ഞിങ്ങലും എനിക്ക് നാണോ. നമുക്ക് ഈ റേഞ്ച് ഒന്ന് ചുറ്റി കാണണ്ടേ? ഇതെന്തോട്ടിനാ സാറേ, ഭയങ്കര അട്ടശല്യ. കടിച്ച ഒരു കുടം ചോരയും കൊണ്ടേ പോവും. ഒരുപാട് പ്രശ്നങ്ങളുള്ള റേഞ്ച് അല്ലേ? അനധികൃതമായി പലതും നടക്കുന്നുണ്ടെന്നാണല്ലോ കേൾവി. ഇവിടെയോ? സാറേ, ഒരു കാര്യം പറയട്ടെ സാറേ. കുറച്ചു നാൾ മുമ്പ് കർണാടക ഫോറസ്റ്റിൽ നിന്ന് ചന്ദന കൊള്ളക്കാരൻ വീരപ്പൻ നമ്മുടെ റേഞ്ചിലേക്ക് കടന്നു എന്നൊരു വാർത്ത വരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കാടായ കാട് മുഴുവൻ അരിച്ചു പറക്കി. എവിടെ വീരപ്പനെ കിട്ടാൻ? ഞങ്ങൾ ഈ റേഞ്ചിൽ ഉള്ളിടത്തോളം കാലം ഇവിടെ ഒന്നും നടക്കില്ല സാറേ, അല്ലേ? ആദിവാസികൾക്ക് കൊടുക്കുന്ന ലൈസൻസ് ഉപയോഗിച്ച് നാട്ടുകാർ ഫോറസ്റ്റിൽ കയറുന്നുണ്ടോ? ആദിവാസികളെ കാട്ടിലേക്ക് അപൂർവമായിട്ട് കയറാറുള്ളൂ. പഴയ പോലെ നല്ല സാറേ, അവർക്കും ഭയങ്കര പേടിയാ. ഈ കാട് കാടെന്നൊക്കെ പറച്ചിലേ ഉള്ളു സാറേ, അല്ലാതെ ഇവിടെ ഒന്നും ഇല്ലെന്നേ. എല്ലായിടത്തും ഉള്ള പോലെ കുറച്ച് മരങ്ങളുണ്ട്, കുറച്ച് മാനുണ്ട്, കുറച്ച് കുരങ്ങുണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് ആദിവാസികളോട് ചോദിച്ചാൽ അറിയാം. നിങ്ങളൊന്നും ഇതുവരെ പോയിട്ടില്ലേ? പോയിട്ടുണ്ടോന്ന് ചോദിച്ചാ പോയിട്ടില്ല. നേരം വൈകുന്ന തോന്നണേ. സ്വീകരിച്ചോ? കഴിഞ്ഞു. പുതിയ ഫോറസ്റ്റ് ആള് സുന്ദരനാണെന്ന് കേട്ടു. അയ്യേ വേണ്ട, നേരം വൈകിയതിന് സസ്പെൻഡ് ചെയ്താ വീട്ടിൽ പോകാം. ഈശ്വരോ, എന്നെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല സാർ. കൊള്ളാം, എന്നെ പോലൊരു ധീരനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു. ആരാ നിങ്ങൾ? പുതിയ ഫോറസ്റ്റർ ആയതുകൊണ്ട് പറയാം. നിങ്ങൾ ഒരു സ്ഥലത്ത് ചാർജ് എടുക്കുമ്പോൾ ആദ്യം എല്ലാത്തിനൊരു അടുക്കും ചിട്ടയുണ്ടാവണം. നമ്മുടെ വീരമണിയുടെ അച്ഛനാണ് സാർ, പട്ടാളത്തിലായിരുന്നു. ഞാൻ റിട്ടയർഡ് ലാൻഡ് നായിക് ശ്രീമാൻ അനന്തൻ തമ്പിയാണ്. കാട് നമ്മുടെ അമ്മയാണ് സാർ, അത് മറക്കരുത്. അത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത് കാടിനെ സംരക്ഷിക്കാനല്ലേ? എന്നെല്ലാവരും പറയും. അതുപോലെ ആവരുത്. കണ്ടാ തോന്നുന്ന ഈ ധീരത്വം പ്രവൃത്തിയിലും കാണിക്കണം. എന്റെ മകൻ വീരമണി, അവനെ വളർത്തിയെടുത്താൽ ഒരു ധീരനാക്കി മാറ്റാം. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. സാറ് വിചാരിച്ച അത് സാധിക്കും. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണത്. പിന്നെ ഞാൻ പറയാതെ അവന് ലീവ് കൊടുക്കരുത്. എന്നെ എപ്പോഴും എന്താവശ്യത്തിനും സാറിന് ബന്ധപ്പെടാം. കാട്ടിലേതെങ്കിലും ആനക്കൂട്ടങ്ങളുടെ നടുവിൽ ഞാനുണ്ടാവും. ഗവേഷണമൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഉൾക്കാട്ടിലേക്ക് പോകുമ്പോ ഞങ്ങളെയൊക്കെ ഒന്ന് അറിയിച്ചിട്ട് വേണം പോവാൻ. ശ്രമിക്കാം, പക്ഷെ സമയം കിട്ടിയെന്ന് വരില്ല. ആനച്ചൂര് ഏത് ദിശയിൽ നിന്ന് വന്നാലും ആ ദിശ ലക്ഷ്യമാക്കി ഞാൻ ഒരു പോക്കങ്ങ് പോവും. ലക്ഷ്യമാണ് പ്രധാനം. അതിന് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അതുപോലെ തിരിച്ചു ഇയാൾക്കല്പം അല്പമല്ല സാർ, ഇത്തിരി കൂടുതലാ. മകനും അച്ഛനും ഒരുപോലെയാ. അങ്ങോട്ട് പോണ്ട. അടുത്തോട്ട് പോണ്ട. അങ്ങനെയാണോ അതോ? എന്നെയും കൂട്ട കളിക്കാൻ? ഇത്രയും വലിയ ആള് കുട്ടികളുടെ കളിക്കേ? എനിക്ക് അത്ര വലിയ വയസ്സൊന്നായിട്ടില്ല. 28 വയസ്സ് കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടുള്ളൂ. കുട്ടിയുടെ പേരെന്താ? ഹായ്, ഉണ്ണിക്കുട്ടനെ കാണാൻ എന്ത് ഭംഗിയാ. അച്ഛൻ്റെത് പോലെ തന്നെ. ഉണ്ണിക്കുട്ടൻ, ഞാൻ ഉണ്ണീനെ വിളിക്കൂ. ഹായ്. ഞാൻ ഇതുവഴി വന്നപ്പോ വെറുതെ ഒന്ന് കേറിയുള്ളൂ. നമ്മളൊക്കെ മനുഷ്യല്ലോ, ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചിട്ടാ. എന്റെ പേരെയാ? മായ. മായ, നല്ല പേര്. അയ്യോ, കേറിയ സമയമില്ല.
ഒരു 100 കൂട്ട പണിയുണ്ടോ. ഇപ്പൊ തന്നെ ഇവിടുത്തെ സാറിന്റെ കൂടെ കാട്ടി പോയിട്ട് വന്നുള്ളൂ ഡ്യൂട്ടിക്ക്. എനിക്ക് വയ്യോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോന്നു. എന്താ പേര്? വീരമണിന്നോ? ഇതെന്താ പാലുണ്ണിയാണോ? അല്ല ദിവ്യുണ്ണി. അസത്ത് സാധനം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് തത്തമ്മച്ചുണ്ടി. വീരമണിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. എന്റെ വീട്ടിൽ ഏറ്റവും മൂത്ത അച്ഛനാ. അങ്ങനെ എപ്പോഴും ആനയുടെ പറകില്ല. ആനപ്പിണ്ടം കണ്ടാലും ആനനെ കണ്ടാലും അപ്പ ടെസ്റ്റ് ചെയ്യണം, നാടിനാണോ വരവേണോന്ന്. പിണ്ടേ അങ്കിളുടെ വീട്ടിൽ ആനയുണ്ടോ? പിന്നെ എന്റെ വീട്ടിൽ ആനയുണ്ട്, സിംഹുണ്ട്, പുലിയുണ്ട്, എല്ലാ അച്ഛൻ്റെ ഇടോ. എന്റെ ഈശ്വര, ഇതിനൊക്കെ വളർത്താൻ പാടല്ലേ? അയ്യോ, ഒരു പാടില്ല. 4 ആന ഉണ്ടെങ്കിൽ ഇതിനൊക്കെ വളർത്താം. ചുമരിൽ വെച്ച് അടിച്ചാ മതി. ഒക്കെ ചുമരി ചിത്രങ്ങളാ. തത്തമ്മച്ചുണ്ടി അസത്ത് സാധനം എനിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്റെ ഈശ്വര, സമയം പോയി അറിഞ്ഞില്ലടോ. എന്ന് വെച്ചാൽ എല്ലാവരും മനുമരാ, എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ താനും. തിരുവാതിരക്കളി തുടങ്ങിയെന്തോ. എന്റെ ടെൻഷൻ അതിലിടോ. കാട്ടിലെ ആന അറിയുന്ന വരട്ടെ തത്തമ്മച്ചുണ്ടി. തെയ്യാരാ തകതക തെയ്യാരാ. അയ്യോ തൊപ്പിടോ കള്ളി തകച്ചുണ്ടാക്കും. വണ്ടിക്കകത്തെന്താ? പച്ചരിയും ചെറുപരമാണ് സാറേ. ആദിവാസികളുടെ ഒറ്റമൂലി ക്യാമ്പിൽ വിതരണം ചെയ്യാനുള്ളതാ. ഇത് ഇവർ സ്ഥിരം കൊണ്ടുപോകുന്ന സാറേ. പാവങ്ങളായിട്ടുള്ള ഒരുപാട് രോഗികൾ വരുന്നുണ്ട്, വിദേശികളടക്കം. പൊയ്ക്കോ, തുറന്നു കൊടുക്ക്. പൊയ്ക്കോടോ. എല്ലാത്തരം രോഗങ്ങൾക്ക് ഈ ഒറ്റമൂലി ക്യാമ്പിൽ ചികിത്സ ഉണ്ടെന്നാ പറയുന്നത്. ഭയങ്കര കഴിവുള്ള ആളാണത്രേ അവിടുത്തെ മൂപ്പൻ. പക്ഷെ ഇവിടുത്തെ ഒരൊറ്റ ആദിവാസി പോലും ഈ മൂപ്പനെ കണ്ടിട്ടില്ല. പശുവിന് പുല്ല് പറിക്കുകയാണോ? അല്ല, ഞാൻ സസ്യ ഗവേഷണം നടത്തുന്ന ആഹാ. ഒരു റിസർച്ച് സ്കോളറാണ്. താങ്കൾ ഗൂർക്കയാണോ? ആന ഗവേഷകൻ അനന്തൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ ആരാ? പറഞ്ഞു മുഴുമിച്ചോട്ടെ. റിട്ടയർഡ് ആയതിനു ശേഷം അദ്ദേഹം തിരിഞ്ഞത് ആന ഗവേഷണത്തിലേക്കായിരുന്നു. എന്നിട്ട് ആന ചവിട്ടിക്കൊന്നോ? കൊന്നിരുന്നെങ്കിൽ ഇങ്ങനെ മുമ്പിൽ നിൽക്കുമായിരുന്നു. ആ അനന്തൻ നമ്പ്യാരാണ് ഞാൻ. റിട്ടയർഡ് ലാൻസ്നായി. ആന ഗവേഷണത്തിന് ഡോക്ടറേറ്റ് നേടുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. എന്റെ ലക്ഷ്യവും ഡോക്ടറേറ്റ് നേടുക എന്നതാണ്. ഓഹോ. നമ്മുടെ കാടുകളിൽ ഒരുപാട് അപൂർവ സസ്യങ്ങളുണ്ട്. പല മാറാരോഗങ്ങൾക്കും മരുന്ന് കണ്ടെത്താൻ എന്റെ ഈ സസ്യ ഗവേഷണം സഹായിക്കും. നമ്മുടെ കാടുകളിൽ ധാരാളം അപൂർവ ആനകളുണ്ട്. വെട്ടിമാറ്റാൻ പറ്റാത്ത തടികൾ വെട്ടിമാറ്റാനും ഉത്സവത്തിനും സർക്കസിനും അധിക ശേഷിയുള്ള ആനകളെ ലഭിക്കുവാൻ എന്റെ ഈ ഗവേഷണം സഹായിക്കും. ആ കുർത്തിമലയിലേക്ക് പോകുന്ന വഴിയിൽ ആനക്കുട്ടൻ മെയ്യുന്നത് ഞാൻ കണ്ടതാ. വരുന്ന വഴിക്ക് ചൂട് പിണ്ടം ഞാൻ കണ്ടു. അതിൽ ഗവേഷണം നടത്തി കുറച്ച് സമയം അവിടെ പോയി. സാർ ഇതുവരെ എന്റെ പേര് ചോദിച്ചില്ല. ഒരേ റൂട്ടിൽ സഞ്ചരിക്കുന്നവരാ നമ്മൾ. പരസ്പരം പേര് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. കസ്തൂരി. മണക്കം കുട്ടപ്പന്റെ സഹോദരിയാണ്. അതെ. പ്രായമുള്ള ആളാണെന്നാണല്ലോ ചേട്ടൻ പറഞ്ഞത്. ശരീരത്തിനല്ലേ പ്രായം, മനസ്സിനല്ലല്ലോ. മനസ്സിന് മാത്രമല്ല, ശരീരത്തിനും പ്രായം തോന്നില്ല. ആന സസ്യം, സസ്യം ആന.